ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം പതിപ്പ് അതിന്റെ ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്കാണ്. ഓരോ മത്സരവും ഓരോ ടീമിന്റെയും വിധി നിർണ്ണയിക്കുന്ന ഈ ഘട്ടത്തിൽ ആരാധകരെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളാണ്. പരിക്കുകളുടെ കനത്ത പ്രഹരവും ഫോമില്ലായ്മയും നായകത്വത്തിലെ അഴിച്ചുപണികളും കാരണം ഈ സീസണിൽ CSK കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. എന്നിരുന്നാലും IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഒരു ഫ്രാഞ്ചൈസിക്ക് അത്ര പെട്ടെന്ന് ടൂർണമെന്റിൽ നിന്ന് മടങ്ങാനാകില്ലെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും വെറും 14 പോയിന്റോടെ ചെന്നൈക്ക് 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഇപ്പോഴും ഗണിതശാസ്ത്രപരമായ സാധ്യതകളുണ്ട്. എന്നാൽ ഈ വഴി അത്ര എളുപ്പമുള്ളതല്ല. ചെന്നൈക്ക് സ്വന്തം മത്സരത്തിൽ ജയിച്ചാൽ മാത്രം പോരാ, മറ്റ് പല ടീമുകളിലെ മത്സരഫലങ്ങൾ കൂടി തങ്ങൾക്ക് അനുകൂലമായി വരാൻ പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണ് മഞ്ഞപ്പട. ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫ് എന്ന സ്വപ്നത്തിലേക്ക് അടുത്തുപോലും എത്തണമെങ്കിൽ തങ്ങളുടെ മുന്നിലുള്ള ആദ്യ നിബന്ധന അവസാന ലീഗ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തുക എന്നതാണ്. വെറുമൊരു വിജയം മാത്രം പോരാ, മറിച്ച് വൻ മാർജിനിലുള്ള ഒരു ആധികാരിക വിജയമാണ് ഋതുരാജ് ഗെയ്ക്വാദിനും സംഘത്തിനും ആവശ്യം. നെറ്റ് റൺ റേറ്റ് നിർണായകമാകുന്ന ഈ ഘട്ടത്തിൽ ഗുജറാത്തിനെ വലിയ വ്യത്യാസത്തിൽ തകർത്ത് 14 പോയിന്റിൽ എത്തുക എന്നതാണ് CSKയുടെ പ്രാഥമിക ലക്ഷ്യം. ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവിടെ വെച്ച് പൂർണ്ണമായും അവസാനിക്കും. എന്നാൽ ഈ മത്സരത്തിൽ ജയിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അവിടെ നിന്നാണ് മറ്റുള്ളവരെ ആശ്രയിച്ചുള്ള യഥാർത്ഥ കണക്കിലെ കളികൾ ആരംഭിക്കുന്നത്. CSK ഗുജറാത്തിനെ തോൽപ്പിച്ച് 14 പോയിന്റിൽ എത്തിയാൽ പ്ലേ ഓഫിൽ 4ാം സ്ഥാനം ഉറപ്പാക്കാൻ മറ്റ് 5 മുൻനിര ടീമുകളുടെ മത്സര ഫലങ്ങൾ ഈ രീതിയിൽ വരണം. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഈ 5 മത്സരങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ചെന്നൈയുടെ ഭാവി. ലക്നൗ സൂപ്പർ ജയൻസ് തങ്ങളുടെ വരാനിരിക്കുന്ന 2 പ്രധാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. അവർ രാജസ്ഥാൻ റോയൽസിനെയും പഞ്ചാബ് കിങ്സിനെയും പരാജയപ്പെടുത്തണം. പഞ്ചാബും രാജസ്ഥാനും പോയിന്റ് പട്ടികയിൽ മുന്നേറുന്നത് തടയാൻ ലക്നൌവിന്റെ ഈ വിജയങ്ങൾ ചെന്നൈക്ക് അത്യാവശ്യമാണ്. ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ പല ഉയർച്ച താഴ്ചകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. എന്നാൽ ചെന്നൈയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് ജീവൻ വെക്കണമെങ്കിൽ മുംബൈ തങ്ങളുടെ മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും തോൽപ്പിക്കേണ്ടതുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ കൂടി വീഴ്ത്തണം. ഈ അത്ഭുത ഫലങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി യാഥാർത്ഥ്യമായാൽ മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിലുള്ള പ്ലേ ഓഫ് വഴി പൂർണ്ണമായും തുറക്കപ്പെടൂ. മുകളിൽ പറഞ്ഞ എല്ലാ മത്സരഫലങ്ങളും ചെന്നൈക്ക് അനുകൂലമായി വരികയാണെങ്കിൽ പോയിന്റ് പട്ടികയിൽ വലിയ അട്ടിമറികളാകും സംഭവിക്കുക. ഈ സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്ത റോയൽസ് ചലഞ്ചേഴ്സ് ബംഗളൂരു, ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾ ആദ്യ 3 സ്ഥാനങ്ങൾ സുരക്ഷിതമായി പ്ലേ ഓഫിലേക്ക് മുന്നേറും. മലയാളി താരം സഞ്ജു അടക്കമുള്ള പ്രമുഖ താരങ്ങളുള്ള ചെന്നൈ ക്യാമ്പിന് ഈ പുതിയ കണക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. സഞ്ജുവിന്റെ സാന്നിധ്യം മധ്യനിരയിൽ ചെന്നൈക്ക് വലിയ കരുത്താണ് പകരുന്നത്. എന്നാൽ ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ സ്വന്തം കളി നോക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതും കളിക്കാർക്ക് വലിയൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ്. മറ്റ് ഗ്രൗണ്ടുകളിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഫലത്തിനായി കാത്തിരിക്കുന്ന ഡ്രസ്സിംഗ് റൂമിലെ സമ്മർദ്ദം ഇരട്ടിയാക്കും. ഈ സീസണിൽ ചെന്നൈയെ വല്ലാതെ ബാധിച്ച ചില പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ്. സീസണിന്റെ തുടക്കം മുതൽ പ്രധാന കളിക്കാർക്കേറ്റ പരിക്കുകൾ ടീമിന്റെ ബാലൻസിനെ വല്ലാതെ ബാധിച്ചു. മുൻനിര ബൗളർമാരുടെയും ഓൾറൗണ്ടർമാരുടെയും അഭാവം പല മത്സരങ്ങളിലും ചെന്നൈക്ക് തിരിച്ചടിയായി. MS ധോണിയിൽ നിന്നും നായകത്വം ഏറ്റെടുത്ത ഋതുരാജ് ഗെയ്ക്വാദിന് വലിയ സമ്മർദ്ദത്തിന് കീഴിലാണ് ടീമിനെ നയിക്കേണ്ടി വന്നത്. ചില നിർണായക തീരുമാനങ്ങളിലെ പിഴവുകൾ ടീമിന് വിജയങ്ങൾ നഷ്ടപ്പെടുത്തി. പവർ പ്ലേ ഓവറുകളിൽ റൺസ് കണ്ടെത്താൻ ഓപ്പണർമാർ ബുദ്ധിമുട്ടിയതും മധ്യനിരയിൽ സ്ഥിരതയാർന്ന പ്രകടനം ഇല്ലാത്തതും CSKയ്ക്ക് തിരിച്ചടിയായി മാറി. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിക്ക് ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കോടിക്കണക്കിന് ആരാധകരാണുള്ളത്. മഞ്ഞപ്പട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആരാധകർ ടീമിന്റെ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട്. ഈ സീസണിൽ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങിയിരിക്കുമ്പോഴും ഈ പുതിയ ഗണിതശാസ്ത്രപരമായ സമവാക്യങ്ങൾ അവർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ക്രിക്കറ്റ് ഒരു അനിശ്ചിതത്വങ്ങളുടെ കളിയായതിനാൽ അവസാന പന്ത് വരെ എന്തും സംഭവിക്കാമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും അടുത്ത വർഷം ഈ പോരായ്മകളെല്ലാം കൃത്യമായി പഠിച്ച് ടീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ശക്തമായി ചെന്നൈ സൂപ്പർ കിങ്സ് തിരിച്ചുവരുമെന്നാണ് ആരാധകരുടെ ഉറച്ച വിശ്വാസം. ലേലത്തിലും ടീം സെലക്ഷനിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മാനേജ്മെന്റ് ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. IPL 2026 ലീഗ് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ CSKയുടെ മുന്നിലുള്ള വഴി തീർത്തും പ്രവചനാതീതമാണ്. വെറും 14 പോയിന്റോടെ പ്ലേ ഓഫിൽ കടക്കുക എന്നത് അസാധ്യമല്ലെങ്കിലും അതിന് ഭാഗ്യത്തിന്റെ വൻ പിന്തുണ ആവശ്യമാണ്. സ്വന്തം കളിയിൽ ഗുജറാത്തിനെതിരെ വലിയൊരു വിജയം നേടുക എന്ന കടമ മാത്രമാണ് ഇപ്പോൾ ചെന്നൈയുടെ കൈകളിലുള്ളത്. ബാക്കിയെല്ലാം വിധിക്കും മറ്റു ടീമുകളുടെ പ്രകടനങ്ങൾക്കും വിട്ടുകൊടുക്കേണ്ടി വരും. എന്തായാലും ഈ കണക്കിലെ കളികളും അത്ഭുത സമവാക്യങ്ങളും IPLന്റെ ആവേശം ഇരട്ടിയാക്കിയിട്ടുണ്ട്. മഞ്ഞപ്പടയുടെ ഈ പോരാട്ട വീര്യം പ്ലേ ഓഫ് ടിക്കറ്റ് നേടിത്തരുമോ, അതോ ലീഗ് ഘട്ടത്തിൽ തന്നെ അവസാനിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ മത്സരങ്ങൾ നമുക്ക് കാണിച്ചു തരും. ക്രിക്കറ്റ് പ്രേമികൾ ശ്വാസം അടക്കി പിടിച്ചാണ് ഈ മത്സരങ്ങൾക്കായി കാത്തിരിക്കുന്നത്.